മനോരമയുടെ ഹോർത്തൂസിൻ്റെ ഈ സ്നേഹസന്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അങ്ങേയറ്റം സ്നേഹത്തോടെ ഒരല്പം അസൂയയോടെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജലജയും കുടുംബവുമാണ് ഇവിടെയുള്ളത്. ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ട്രക്ക് ഓടിച്ച്, അതും ഒരു 16 വീലുള്ള ഒരു വലിയ ഹെവി വെഹിക്കിൾ ഓടിച്ച് എത്തിയ ഒരു വനിത എന്ന നിലയിൽ മാത്രമല്ല, ഇന്ത്യൻ റോഡ് ട്രിപ്പുകളെ കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കിയ ഒരു സ്ത്രീ എന്ന നിലയിലും ജലജയുടെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ജലജ, ദേവിക, രതീഷ്, സ്വാഗതം. എനിക്ക് ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ജലജയോടാണ്. സാധാരണ നമ്മുടെ ഒരു യാത്രകളൊക്കെ എങ്ങനെയാണ്? ഒരു കാറിൽ, പിന്നെ ചിലപ്പോൾ ഒരു ടെമ്പോ ട്രാവലറിലെ, മാക്സിമം ഒരു ബസ്സിൻ്റെ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ ഒരു കുറേ ബാക്കിലിരുന്ന് നമ്മൾ ഒരു യാത്രികയായിട്ട് യാത്ര ചെയ്യുന്നു. പക്ഷേ ജലജ കാണുന്ന ഇന്ത്യ വ്യത്യസ്തമാണ്. ഒരു ഹെവി വെഹിക്കിൾ, ഒരു ട്രക്കിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ബാക്കിലിരുന്ന് ജലജ കണ്ട ഇന്ത്യ, ടോപ്പ് ആംഗിളിലിരുന്ന് ജലജ കണ്ട ഇന്ത്യ ഒന്ന് പങ്കുവയ്ക്കൂ. ഞാനൊരു 19 വർഷത്തോളം ഒരു വീട്ടമ്മ മാത്രമായിരുന്നു. അപ്പം അതിനുശേഷമാണ് ഇപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അന്നത്തേൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ എന്നിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാറിലിരുന്നുള്ള ഒരു യാത്രയും ലോറിയിലിരുന്നുള്ള ഒരു യാത്രയും എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. ആ പൊക്കത്തിലിരുന്നുള്ള, ചേച്ചി പറഞ്ഞ പോലെ തന്നെ പൊക്കത്തിലിരുന്നുള്ള ആ വ്യൂ എന്ന് പറയുന്ന അത്ര മനോഹരമാണ്. പിന്നെ നമ്മൾ കാറിൽ പോകുമ്പോൾ വളരെ സ്പീഡിലങ്ങ് പോകും. പക്ഷെ ലോറിയിലാകുമ്പോൾ ഒരു 45-55 കിലോമീറ്റർ വേഗത്തിലേ പോകത്തുള്ളൂ. പിന്നെ എന്താ പറയുക, എനിക്ക് ഞാൻ ഒരു വീട്ടമ്മയായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളും അറിവുകളും എനിക്ക് കിട്ടി. തീർച്ചയായും പിന്നെ ഒത്തിരി സന്തോഷമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ സന്തോഷം, അഭിമാനമുണ്ട്. ഞാനൊരു അത്രയും നാൾ ആയിരുന്ന ഒരു പദവിയിൽ നിന്ന് ഇപ്പം ഇത്രയും ലോകം കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വലിയ നേട്ടമാണ്. അതുപോലെ ഞാൻ വായിച്ചിട്ടുള്ളത്, കേട്ടിട്ടുള്ളത് 2019 മറ്റോ ആണ് ഒരു വെഡിങ് ആനിവേഴ്സറിക്കാണ്. 2022 അപ്പോൾ എനിക്ക് തോന്നുന്നു 19ാമത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതിലൊരു ജലജയ്ക്ക് കിട്ടിയ സമ്മാനം, ജലജയുടെ ലോകം മാറ്റിമറിച്ചൊരു സമ്മാനം. അതിനെ പറ്റി ഒന്ന് പറയൂ ജലജ. അത് എനിക്ക് യാത്ര ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചേട്ടായോട് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് പറയുമായിരുന്നു, എന്നെ ബോംബെക്ക് കൊണ്ടുപോകണമെന്ന് ആദ്യം പറയുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് തോന്നി ഞങ്ങൾ ആദ്യമായിട്ട് ബോംബെക്ക് പോയത്. അത് ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം കാറിൽ പോയി, പിന്നെ ലോറിയിൽ പോയി 2 പ്രാവശ്യം. പിന്നെ അതിനുശേഷം ഈ 19ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക്, അതിന് മുമ്പ് ഇവർ 2014 കാശ്മീർ പോയി. അപ്പോൾ പോയിട്ട് വന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോൾ എനിക്ക് കാശ്മീർ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ ചേട്ടായോട് പറഞ്ഞു, എന്നെ കാശ്മീർ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ 2014 തൊട്ട് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലെന്നൊന്നും. സമയമായില്ലായിരുന്നു. അല്ല, 2022 ഇത് പറയുമ്പം ഒരു ദിവസം വൈകുന്നേരം പല പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ അടുക്കളയിൽ വെച്ച് വൈകിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെ ഇതുവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ലോറി ഓടിച്ചോ, ഇന്ത്യയിൽ എവിടെ വേണേലും പോവാം, ഞാൻ ലോറി ചെല്ലുന്ന ഏത് സ്ഥലത്തും. അപ്പൊ എന്താന്ന് വെച്ചാൽ 2016 ഞങ്ങള് ലോറിയിലെ പിള്ളേരും ഒക്കെ ആയിട്ട് ഞങ്ങള് ഇങ്ങനെ പോയിട്ടുണ്ട്. 18 പോയിട്ടുണ്ട്. അപ്പൊ 18 പോയിട്ട് ലോറി ഓടിച്ചു. എന്നാലും അന്നേരം ചെറിയ മടിയാണ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ബൈക്ക് ഓടിക്കുന്നത് സ്ത്രീകൾ ഓടിക്കാൻ പാടില്ല, അത് സ്ത്രീകൾ ചെയ്യേണ്ട പണിയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ജനത്തിന്. അപ്പൊ ഈ 2018 ജലജ ലോറി ഓടിക്കുന്നത് ഞങ്ങൾ ചുമ്മാ ഫേസ്ബുക്കിലിട്ടു. അത് ഫേസ്ബുക്കിലൊന്നും ഇടാൻ സമ്മതിക്കല്ല, അത് ആൾക്കാർ കാണും, അങ്ങനെ ഇങ്ങനെ ഒരു നാണക്കേട് പോലെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓടിക്കാൻ മടിയാ പറയുമ്പോ. അപ്പം അന്നേരം വീണ്ടും സ്ഥലങ്ങൾ കാണണം, വണ്ടിയെ കൊണ്ടുപോകണമെന്ന് പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ വണ്ടി ഓടിക്കുവോ? എവിടെ വേണേലും കൊണ്ടുപോയേക്കാന്ന് പറഞ്ഞു. അത് അന്ന് വലിയ ധൈര്യമാണ്. കാര്യം എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഭർത്താക്കന്മാർ ഓടിക്കുന്ന, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോലും മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ട്. കാരണം എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോഴും, ഞാൻ കുറേ കാലം ഒരു 10-20 വർഷമായി ലൈസൻസ് കിട്ടിയിട്ട് ഇപ്പോഴും ഞാൻ വണ്ടി ഓടിക്കും, അത്യാവശ്യം ഓടിക്കും. എങ്കിലും ഹസ്ബൻഡിന് ഒരു ടെൻഷൻ വരാറുണ്ട്. പക്ഷേ അത് രതീഷ് വളരെ ധൈര്യപൂർവ്വം ഒരു ചാവി എടുത്ത് അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ചെറിയ കാര്യമല്ല. പറയൂ.
അല്ല, ചേട്ടായിക്ക് പേടിയില്ല, ഞങ്ങളുടെ വണ്ടി തരാൻ പേടിയില്ല. അതൊരു വലിയ കാര്യം കേട്ടോ. പലർക്കും ഭയങ്കര പേടിയാണ് മകളുടെ അല്ലെ ഭാര്യയുടെ വണ്ടി കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ ചേട്ടായിക്ക് അങ്ങനെ ഒരു ധൈര്യമുണ്ട്. അപ്പം ഞാൻ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തന്നെ വെച്ചാൽ എനിക്ക് സ്ഥലം കാണണമല്ലോ. അതാണ് ശരിക്കും ജലജയുടെ ഉദ്ദേശം, സ്ഥലം കാണുക. അതെ അതെ. അപ്പൊ അതിന്റെ മുന്നിൽ എല്ലാം ഇത് പ്രതിബന്ധങ്ങളും മാറി. അതെ. അല്ല, ഞാൻ ഓർത്തു ലൈസൻസ് എടുത്തിട്ട് കുറെ വർഷമായി, വെറുതെ അത് വീട്ടിൽ പൊടി പിടിച്ചിരിക്കുമല്ലോ, അതിൽ കാര്യമില്ലല്ലോ. അത് തന്നെ ശരിക്കും ശരിക്കും അതൊരു എനിക്ക് തോന്നുന്നു ഈ ഒരു ജലജയുടെ ഈ ഒരു മുന്നേറ്റം എനിക്ക് തോന്നുന്നു ഒരുപാട് യാത്രക്കാർക്ക് ഒരു പ്രചോദനമാണ്. പിന്നീട് നമ്മൾ പിന്നെ ഈ ട്രെക്കിലേക്ക് ഭാരത് ബെൻസിന്റെ ട്രെക്കിലേക്ക് നമ്മൾ 16 വീലല്ല കേട്ടോ, 12 വീലാണ്. ഓക്കെ. അതിലേക്ക് പിന്നെ കാണുന്ന മുഖം ഒരു ചെറിയ പെൺകുട്ടിയാണ് ദേവിക. അപ്പോ ശരിക്കും ഒരു കുടുംബത്തെ തന്നെ രതീഷ് ട്രെക്കിലേക്ക് എത്തിച്ചു, ഇന്ത്യ കാണിച്ചു. അപ്പൊ ഞാൻ ദേവികയിലേക്ക് കൊടുക്കുകയാണ്, ദേവികയോട് ചോദിക്കുകയാണ്. അപ്പൊ ദേവിക, ഇതൊരു കരിയറാക്കാൻ താല്പര്യമുണ്ടോ? കരിയർ ആക്കാൻ താല്പര്യം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ബികോം കഴിഞ്ഞു. ഇനിയിപ്പോ MBA എടുക്കുന്ന ലോജിസ്റ്റിക്സ് തന്നെ എടുക്കുന്നത്. അപ്പം ലോജിസ്റ്റിക്സ് തന്നെയാണ്. അപ്പം ദേവിക രണ്ടും കൽപ്പിച്ചു തന്നെയാണ്, ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് കണ്ടത്. വെരി ഗുഡ്. അതൊരു ശരിക്കും ആ അനുഭവങ്ങൾ ഇപ്പൊ കൂട്ടുകാർക്ക്, ദേവിക പഠിക്കുന്ന രാജഗിരിയിൽ പഠിക്കുന്നു, അപ്പം അവിടെ പഠിക്കുമ്പോൾ കൂട്ടുകാർക്ക് ദേവിക എങ്ങനെയാണ്, അവരുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? ഞാനിപ്പോ അവിടുന്ന് പാസ് ഔട്ട് ആയി, ഇപ്പം കഴിഞ്ഞ ബാച്ചായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കോളേജിലൊന്നും ഞാൻ വലിയ അങ്ങനെ അധികം ആരും നോട്ടീസ് ചെയ്യണ്ടെന്നുള്ള ഒരു മൈൻഡിൽ നിന്നായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ആ വയനാട് ദുരന്തം ഉണ്ടായില്ലേ, അപ്പം ആ സമയത്ത് ഇന്ന പോലെ പോയി, ഞങ്ങള് വണ്ടിയായിട്ട് ഇങ്ങനെ പോയി. അപ്പൊ അത് ന്യൂസായി, അങ്ങനെയാണ് കോളേജിൽ അറിഞ്ഞത്. അപ്പം ആദ്യം കോളേജിലൊന്നും അറിയത്തില്ല വണ്ടി ഓടിക്കുന്നുള്ള കാര്യം, ചാനലിനകത്തും അധികം ഇല്ല. അപ്പം അന്നിങ്ങനെ അങ്ങോട്ട് വയനാടിന് ഒരു ലോഡുമായിട്ട് പോയപ്പം മന്ത്രി പ്രസാദ് സാറ് അത് ഫ്ലാഗ് ഓഫ് ചെയ്ത്. അപ്പൊ അന്നാണ് ആ ഒരു വീഡിയോയിൽ നിന്നാണ് കോളേജിലുള്ളവർ പോലും അറിഞ്ഞത്. അല്ലെങ്കിൽ അടുത്തുള്ളവർക്ക് അറിയാവുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഞാനിടയ്ക്ക് പറഞ്ഞു, ഒരു ദിവസം ലോറിയും കൊണ്ട് കോളേജിൽ പൊക്കോ, എവിടെ ഇൻസ്പിറേഷനാണ്, അത് വലിയ സംഭവമാണ്. ലോറിയും കൊണ്ട് പോകാൻ പറഞ്ഞു. അച്ഛൻ പണ്ട് തൊട്ട് ഇപ്പം കൊച്ചിലോട്ടാണെങ്കിലും ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഭയങ്കര, അത് എന്റെ ലൈസൻസ് ഇപ്പം 18 വയസ്സാകുന്നതിൽ ഏറ്റവും എക്സൈറ്റഡ് അച്ഛനായിരുന്നു. അപ്പൊ പണ്ട് തൊട്ട് ഇങ്ങനെ നമ്മളെല്ലാ വണ്ടിയും ഓടിക്കണം, അത് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം പിന്നെ ചെറുപ്പം തൊട്ട് ഇവർ ഓടിക്കും, നല്ല എനിക്ക് അച്ഛന്റെ ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിങ്ങനെ അതുപോലെ ഓടിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. ഇപ്പം നമ്മൾ രതീഷിനെ കാണുന്നത് ഡ്രൈവറായിട്ടല്ല, രതീഷ് ഇപ്പൊ ഒരു പൂർണ്ണ സമയ ക്യാമറാമാനാണ്. ആ ഒരു ട്രാൻസിഷൻ പറയൂ. ഇപ്പം സ്റ്റിയറിംഗ് വീലിൽ നിന്ന് ഇപ്പം പൂർണ്ണ സമയ ക്യാമ്പം ഇവർ രണ്ടുപേരും ഓടിച്ചോട്ടെ, എങ്ങനെയാണോ രതീഷിന് ഇപ്പൊ ഓടിക്കാൻ താല്പര്യമില്ലാതായോ? അല്ല, അതല്ല അതിന്റെ കാര്യം. എനിക്ക് വണ്ടി ഓടിക്കുന്നത് തന്നെയാണ് താല്പര്യം. പക്ഷെ ഇവരാരും വീഡിയോ എടുക്കുകയില്ല. വീഡിയോ എടുക്കാൻ ഇവർക്ക് ആർക്കും താല്പര്യമില്ല. അപ്പം അവരെടുത്താൽ ശരിയാകുകയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും നല്ല എളുപ്പം വണ്ടി ഓടിക്കുന്നതാണ്. ഒരു പെർഫെക്ഷൻ ഞങ്ങളെ എടുത്ത് അങ്ങ് വരത്തില്ല. അപ്പൊ ചേട്ടായിക്ക് ഒരു സംതൃപ്തി ഇല്ല. വീഡിയോ എടുക്കുന്നത് രതീഷിലാണ് നിങ്ങൾക്ക് വിശ്വാസം, വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ഞാനിന്നൊരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. ശരിക്കും അപ്പം അനിയന്റെ വൈഫ് ഒരുപാട് പേര് ഓടിക്കുന്നല്ലോ, രതീഷ് നോക്കിയാൽ ഏറ്റവും നല്ല ഡ്രൈവർ, വനിതാ ഡ്രൈവർ ആരാണ്? ഇപ്പോഴുള്ളതിലോ? ഇവര് 3 പേരുണ്ട്. അതില് സൂര്യയുടെ കാര്യം പറഞ്ഞ, അനിയന്റെ വൈഫിന്റെ കാര്യം പറഞ്ഞ, സൂര്യ ഒരു സൈക്കിൾ പോലും വീട്ടിലും ഇല്ലായിരുന്നു. അങ്ങനെ അതുപോലെ ഓടിച്ച് വലിയൊരു ഇതുള്ള ഒരാളല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ വണ്ടിയായിട്ടോ ഡ്രൈവിംഗുമായിട്ടോ അത്രയ്ക്ക് പോലും ഒരു ഇതില്ലാത്ത ഒരാളായിരുന്നു. ആ ആള് വരെ ഇപ്പം ലോറി ഓടിക്കും. അതാണ് അത് ശരിക്കും അതൊരു രതീഷ് കൊടുത്ത ആത്മവിശ്വാസമാണ് ഇത്രയും സ്ത്രീകൾ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഡ്രൈവിംഗ് പഠിക്കാനും അത് ലൈസൻസ് എടുക്കാനും ഒക്കെ എൻ്റെ തന്നെ ഒരുപാട് കൂട്ടുകാരും അടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഒരു മോട്ടിവേഷൻ, ഒരു സൈക്കിള് പോലും ഒന്നും ഓടിക്കാത്ത ഒരാൾ ഹെവി ലൈസൻസ് എടുത്ത് ഓടിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായ ഒരു സ്വാധീനമുണ്ട്. അതിൽ രതീഷിന് ശരിക്കും അഭിമാനിക്കാം. അപ്പൊ ഇപ്പൊ ശരിക്കും ഇവരിൽ 3 പേരിൽ രതീഷിന്റെ അഭിപ്രായത്തിൽ ആരാണ് നല്ല ഡ്രൈവർ? അല്ല, ഇവര് 3 പേരും നല്ല ഡ്രൈവർമാരാണ്. പിന്നെ ഡ്രൈവിംഗ് ഓരോ രീതി ഉണ്ടല്ലോ. ഇപ്പം ജലജ ഓടിച്ചു കഴിഞ്ഞാൽ ജലജ ഒരു നല്ല എന്നാ വെച്ചാൽ ലോറി ഓടിക്കുന്ന നല്ലൊരു സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. അതേപോലെ തന്നെ മുത്താണേലും അതേപോലെ തന്നെ നല്ല ഡ്രൈവിംഗ് തന്നെ. എന്നാ വെച്ചാൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായി നമ്മൾ അന്നേരം പറഞ്ഞു കൊടുക്കും, ഇന്ന രീതിയിൽ ഓടിക്കണമെന്ന് പറയും. അങ്ങനെ അത് നോക്കി ഓടിച്ചാൽ നല്ല ഡ്രൈവിംഗ് തന്നെ, എല്ലാവരുടെയും തന്നെ. എല്ലാവരും തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല ആരെയും. എന്താന്ന് വെച്ചാൽ അന്നേരം ഉള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ
സൈഡിൽ ഇരുന്നാൽ ഇപ്പൊ മുമ്പേ പറഞ്ഞില്ലേ ഹസ്ബൻഡ് കൂടെ ഇരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ തമ്മിലും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, അത് 1-2 പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെയും ചെയ്തില്ലേ ചിലപ്പം ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അതൊന്നും വീഡിയോ എടുക്കാൻ അന്നേരം പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വളരെ സ്മൂത്തായി അല്ല, അന്നേരം പിന്നെ ഇവർക്കും പൂർണ്ണ ബോധ്യമുണ്ട് അത് പറയുന്നത് എന്തിനാണ്. ഒരാളുടെ ഡ്രൈവിംഗ് ശരിയാകാൻ വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം മോശമാകാൻ വേണ്ടി ഒരിക്കലും പറയില്ല. അത് ജലജയുടെ പ്രസന്റേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ യൂട്യൂബില്? ഒരുപക്ഷെ ഒരു വെച്ചുകെട്ടലുകളും ഇല്ലാത്ത ഒരു പ്രസന്റേഷനാണ്. നമുക്ക് എന്താണ് നമ്മുടെ തൊട്ടപ്പുറത്തെ നമ്മുടെ ഒരു പെൺകുട്ടി നിന്ന് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു പുത്തേ ട്രാവൽസ് ഏറ്റവും ജനകീയമാകാനുള്ളൊരു കാര്യം ജലജയുടെ ഒരു സമാധാനമുള്ള പ്രസന്റേഷനാണ്. അപ്പൊ എന്നെക്കാട്ടിലും ഈ ഒരു ചാനലിന്റെ ഒരു പ്രേക്ഷകൻ എൻ്റെ ഹസ്ബൻഡാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ജലജ ഒട്ടും പാനിക് ആവത്തില്ല, ഏത് സന്ദർഭത്തിലും വളരെ കൂളാണ്, കാം ആൻഡ് കമ്പോസ്ഡ് ആണ്. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു ഡ്രൈവിങ്ങിൽ അത് വളരെ പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നു. ഒരു റോഡ് റേജോ അങ്ങനെയുള്ള റാഷ് ഡ്രൈവിങ്ങിലൊന്നും ജലജ പോകുന്നില്ല. ജലജ വളരെ സമാധാനപരമായിട്ട് ഓടിക്കുന്നതായിട്ടും അതിനോടൊപ്പം ജലജ ഒരു മൾട്ടി ടാസ്കറാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ TDS ഇത്രയും ടയറിംഗ് ആയിട്ടുള്ള യാത്ര കഴിഞ്ഞിട്ട് ജലജയൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങും. ഒരു പക്ഷേ കുക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പല സ്ത്രീകളും യാത്ര ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജലജയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡ്രൈവ് ചെയ്യുന്നു, വണ്ടി ഒതുക്കുന്നു, ക്യാമറയിൽ കുറച്ച് പ്രസന്റ് ചെയ്യുന്നു. ജലജ ചരക്ക് ഗതാഗതത്തിലും പങ്കാളിയാണ്, ദെൻ ഇറങ്ങി കുക്ക് ചെയ്യാണ്. അത് പറയൂ ജലജ. അല്ല, പണ്ട് വീട്ടിലെ കാര്യം ചെയ്ത് ഹസ്ബൻഡിന്റെ കാര്യം മക്കളുടെ കാര്യമൊക്കെ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ അതിന്റെ കൂടെ വണ്ടിയും കൂടെ ഓടിക്കണം, പിന്നെ വ്ളോഗ് ചെയ്യണം. പക്ഷേ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് യാത്ര പോലെ തന്നെ ഇഷ്ടമാണ് കുക്കിങ്ങും. അതുകൊണ്ട് അതിനോടൊരു മടുപ്പ് തോന്നാറില്ല. എത്ര ക്ഷീണാന്ന് പറഞ്ഞാലും ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ശരിക്കും എനിക്കത് വളരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം പൊതുവെ എനിക്കൊക്കെ അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോങ് ഡ്രൈവിന് ശേഷം നല്ലപോലെ റെസ്റ്റ് എടുത്തുള്ളൊരു ശീലമാണ്. അത് ലോങ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ജലജ വളരെ കൂളായിട്ടാണ്. അതൊരു ക്ഷീണമില്ലാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നു പുത്തേറ്റിന്റെ ഒരു ജനകീയതയ്ക്ക് പിന്നിൽ ആ ഒരു കുക്കിങ്ങും ഉണ്ട്. കാരണം നിങ്ങൾ ശരിക്കും ആ നാട്ടിലെ ഒരു സ്ഥലത്തോട്ട് പോയി വണ്ടി ഒതുക്കുന്നു, അതൊരു വലിയ കാര്യമാണ്. എനിക്കത് തോന്നിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും അവിടെ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇങ്ങനെ കുക്കിംഗ് കാണുമ്പോൾ അവിടുത്തെ ഉള്ളവരുടെ ഒരു പ്രതികരണം ശരിക്കും എന്താണ്? ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും വന്ന് നോക്കി നിൽക്കാറുണ്ട് ഞങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത്. എന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ എവിടെ ചെന്നാലും കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആരും ശല്യപ്പെടുത്താനൊന്നും ആരും വരാറില്ല കേട്ടോ. ഇല്ല, വന്നൊന്ന് നോക്കി എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് പോവാറാണ്. അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു ശല്യം അങ്ങ് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഇല്ല. ഇന്ത്യ ശരിക്കും ഒരു സേഫസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നിക്കൊള്ളേ? വളരെ സുരക്ഷിതമായ ഒരു സ്ഥലമെന്ന് തന്നെയാണ് ജലജയുടെ അഭിപ്രായം. അതെ, എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യ അത്ര മോശം രാജ്യമൊന്നുമല്ല, നല്ല രാജ്യം തന്നെയാണ്. ഞാനിക്കത് ചോദിക്കാറുണ്ട്. കാരണം ഒരുപാട് സോളോ ട്രാവലേഴ്സ്, ഒരുപാട് സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ കൂടെയും, അതായത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറയുന്നു, നഗരങ്ങളിൽ കൂടെയും പിന്നെ 4 ലൈൻ റോഡുകളിൽ കൂടെ എല്ലാം ജലജ സധൈര്യം പോവുകയാണ് പല സമയങ്ങളിൽ. പലപ്പോഴും ഞാൻ വ്ലോഗിൽ കണ്ടിട്ടുണ്ട്, രാത്രിയും പകലും ഇല്ലാതെ. അപ്പൊ ഈ ഒരു യാത്രയിൽ ഒരു വെല്ലുവിളി പോലും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണോ പറയുന്നത്? ശരിക്കും ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മള് ഇപ്പം യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ കാലവും സമയവും സന്ദർഭവും ഒക്കെ നോക്കി യാത്ര ചെയ്യുക. പിന്നെ ചേട്ടായി ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ആ ഒരു കൂട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല ശരിക്കും. ഇല്ല, അങ്ങനെ സംഭവം. ഒരു പ്രാവശ്യം വണ്ടിയുടെ മുകളിൽ കള്ളം കയറി, അതെ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. അത് ആസാമിന്ന് റബ്ബറുമായിട്ട് വരുന്ന വഴിക്ക് ബംഗാളിൽ വെച്ച്, ബംഗാൾ ബോർഡർ വെച്ചിട്ട് ബംഗാളിൽ കയറി കുറച്ചുകൂടി കുറെ വനമേഖലയുണ്ട്. അപ്പൊ അവിടെ ഒരു രാത്രി ഒരു 1:45 സമയത്ത് വണ്ടി വഴിപണി നടക്കുന്നുണ്ട്, കുറച്ച് സ്ലോയിലാണ് പോയത്. ആ സമയത്ത് ഈ വണ്ടിയുടെ വണ്ടി ലോഡ് കെട്ടിയേക്കുന്ന കാണുമ്പോൾ ഈ കള്ളന്മാർക്കറിയാം ഇതെന്ത് ലോഡാണെന്ന്. അപ്പൊ ഇത് റബ്ബർ ഷീറ്റാ ലോഡ്. അപ്പം വണ്ടി ഇങ്ങനെ സ്ലോ ആയപ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പുറകിൽ കൂടെ മോളിൽ കയറി. അത് കൂടെ ഉള്ളായിരുന്ന ആളാ ഓടിച്ചിരുന്നത്. അപ്പൊ ഞങ്ങളൊരു 1:45 വണ്ടി ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടും കിടക്കുകയും മറ്റേ ഡ്രൈവർ വണ്ടി ഓടിക്കുക. അപ്പൊ ഈ ഗ്ലാസ്സിൽ നോക്കിയപ്പം ബൈക്കിലേക്ക് ഇങ്ങനെ 2 പേര് പുറകിൽ കൂടെ നീങ്ങുന്ന കണ്ടു. പക്ഷേ വണ്ടി അങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് നോക്കുമ്പം ഇവർ അപ്പുറത്തേക്ക് കടന്നു പോയില്ല. അപ്പൊ ഡ്രൈവർക്ക് സംശയം തോന്നി മോളിൽ പുറകിൽ കൂടെ കയറിയിട്ടുണ്ടാവുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാറില്ല. അതാണ് ഇപ്പൊ ഞാൻ അത് കേട്ടിട്ടുണ്ട് കുറെ ഇൻസിഡൻസ്. ഈ ചരക്ക് ലോറികളുടെ പിറകിൽ, അത് പലപ്പോഴും ഈ മാംഗ്ലൂർ ഏരിയയിൽ ഞാനത് കേട്ടിട്ടുള്ളതാണ്. അതിന് അത്രയും
എന്റെ വിശ്വാസ്യത എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല? ഇല്ലില്ല, അതാ പറഞ്ഞ പുറകിൽ കൂടെ കേറി മുകളില് കേറിയപ്പോ തന്നെ മസാമി വെച്ചായിരുന്നു. ബംഗാളിൽ വെച്ച്. അപ്പൊ കേറിയപ്പോ തന്നെ ഉടനെ ഡ്രൈവർ എന്നെ വിളിച്ചു, ചേട്ടാ മുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിർത്താൻ പറ്റില്ല, വിജനമായ സ്ഥലം. അപ്പൊ അവിടുന്ന് ഒരു 1.25 കിലോമീറ്റർ. അപ്പോഴത്തേനും വണ്ടി സ്പീഡ് എടുത്തപ്പോഴേ പക്ഷെ ഇവന്മാർക്ക് മനസ്സിലായി, ഇവര് ചാടി ഇറങ്ങി പോയി. ഞങ്ങൾ കാണുന്നില്ല, ഉണ്ടായിരുന്നു. അത് അന്നേരം അറിയത്തില്ല. ഞങ്ങൾ അവിടുന്ന് ഒരു കുറച്ചപ്പുറം ഒരു കടയുള്ളടത്ത് കൊണ്ട് വണ്ടി നിർത്തി, ഒരു 1-2 കിലോമീറ്റർ പോയിട്ട് നിർത്തിയിട്ട് ആദ്യം മോള് ഞാൻ കയറി നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. പക്ഷേ ഈ ഡ്രൈവർക്ക് അന്നേരം മോളിൽ കയറി എന്നുള്ള ഉറപ്പായിരുന്നു, എന്ന് വെച്ചാൽ ഇവരെ കാണാഞ്ഞുകൊണ്ട്. വീണ്ടും ഞങ്ങൾ മോളിൽ കയറി ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ അപ്പൊ സമയം ഒരു 2 മണിയായി. മോളിൽ ഇങ്ങനെ കത്തിക്ക് പടുത കട്ട് ചെയ്ത് ഇത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പൊ ഞങ്ങളത് അറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. ഇന്ന സ്ഥലമൊന്നുമില്ല. ഒരുവിധം എല്ലാം നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാല് കള്ളന്മാരും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലോറിയും കൊണ്ട് പോകുമ്പോൾ പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഇത്രയും സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ടും നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും പിന്നെ നമ്മൾ അങ്ങനെ പേടിക്കാറുമില്ല. ഏത് സ്ഥലമാണെങ്കിലും ഞങ്ങൾ രാത്രിയും പകലൊക്കെ ഓടാറുമുണ്ട്. അപ്പൊ രാത്രിക്കൊക്കെ ഞങ്ങൾ ശരിക്കും മേഘാലയൊക്കെ പോയിട്ട് വന്ന് ഈ മുത്ത് തന്നെ രാത്രിക്ക് ഒരു 12 മണിക്ക് ശേഷം നേരം വെളുക്കുന്നിടം വരെ ഇരുന്ന് ഓടിക്കുന്നത്. ഞങ്ങൾ കിടന്നുറങ്ങും. അപ്പൊ ഒരു ഭയവും ഇല്ല മുത്തിന്? ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, കിടക്കുന്നതിന് മുന്നേ ഇപ്പൊ ഇവര് പറയും ശ്രദ്ധിച്ചോടിച്ചോണം ഇന്ന പോലെ. അപ്പം എപ്പോഴും പറയും 2 സൈഡും ശ്രദ്ധിച്ചോണം. ഇപ്പം വഴിയില് സൈഡിൽ ആൾക്കാർ നിപ്പുണ്ടെങ്കിലും അത് ശ്രദ്ധിച്ചോണോന്ന് പറയും. അപ്പം അതിങ്ങനെ നോക്കി ഓടിച്ചു പോകും. പിന്നെ ലോറിയില്ലേ എന്നാണ് അകത്തോട്ട് വരുത്തില്ല. അതൊരു വലിയ സേഫ്റ്റി ആണില്ലേ, അത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തൊരു വെഹിക്കിളും കൂടെ ആണ്. അതിന്റെ ഒരു സേഫ്റ്റി ഉണ്ട്. അപ്പൊ ശരിക്കും നിങ്ങൾ രണ്ടുപേർക്കും ആ ഒരു സന്തോഷമുണ്ടല്ലേ, ചെറിയൊരു വണ്ടി ഓടിക്കുന്ന പോലെ അല്ലല്ലോ. പിന്നെ അത് തന്നെയല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു സ്ത്രീ ഓടിക്കുന്ന എന്ന് പറഞ്ഞാലും ഇപ്പൊ ഏതൊരു സമയമാണേലും ഏത് രാത്രി സമയമാണേലും ഒരു ലോറിയെന്ന് ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നാൽ ആ ഒരു സ്ത്രീയെ അതിൻ്റെതായ ഒരു ബഹുമാനം വെളിയിലുള്ള ആൾക്കാർ കൊടുക്കും. അത് എനിക്കത് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ യാത്രകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ലോറി ഡ്രൈവർ ഉണ്ട്. ഞാനൊരു 10 വർഷം മുമ്പ് ഈ AC ലോറികൾ വരുന്നതിന് മുന്നേ ഇങ്ങനെ ഷർട്ടൊക്കെ കുറച്ച് അഴിച്ചിട്ട് കൊമ്പം മീശ, ചുവന്ന ചോരക്കണ്ണുകൾ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ചെക്ക് പോസ്റ്റിലും ഗ്രാമങ്ങളിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു സുന്ദരി ലോറിയിൽ നിറങ്ങി വരുമ്പോൾ എന്താണ് ശരിക്കും ആളുകളുടെ ഒരു പ്രതികരണം? അതെനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അല്ല, ഇപ്പൊ ചേട്ടായി പറഞ്ഞ പോലെ നമ്മള് കാറിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നതും ലോറിയിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളെ ലോറി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലാവർക്കും നല്ല ബഹുമാനമാണ് നമ്മളോട്. അങ്ങനെ ഒരു മോശമായിട്ട് ആരും ഇതുവരെ പെരുമാറിയിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരാണേലും സാധാരണക്കാരാണേലും പോലീസുകാരാണേലും ആരാണേലും ആർടിഒയിലൊക്കെ ചെന്നാലും എല്ലാവർക്കും നല്ല ബഹുമാനമാണ് നമ്മളോട്. എല്ലാവരും ചിലപ്പോൾ നമ്മളെ കാണുമ്പോഴേ കൈ കൂപ്പിക്കൊണ്ട് വരും. ആർടിഒയിലൊക്കെ ഓഫീസറൊക്കെ കൈ കൂപ്പിക്കൊണ്ട് വരാറുണ്ട്, ചായ മേടിച്ചു തരാറുണ്ട്. ഭയങ്കര അതുപോലെ തന്നെ ഞങ്ങൾ കാശ്മീർ പോയി കുറേ ദിവസം വഴിയിൽ കിടന്നു. അപ്പോഴാണേലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും ലോറി ഡ്രൈവർമാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും എന്നോടൊരു മോശമായിട്ട് പെരുമാറിയിട്ടില്ല. എല്ലാവരും ഒരു സഹോദരിയോട് എന്ന പോലെ തന്നെയായിരുന്നു എല്ലാവരും. താവളത്തിലൊക്കെ നിങ്ങൾ പോയി? അതാ പറഞ്ഞേ, അങ്ങനെയൊക്കെ എല്ലാവരോടും ഒന്നിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയതും ഒക്കെ അന്ന് അവിടെ നല്ല രസമായിരുന്നു എല്ലാവരോടെ. അതായത് ജമ്മു ശ്രീനഗർ ഹൈവേ ബ്ലോക്ക് ആയിട്ട് 6 ദിവസം വഴി കിടന്നു. അപ്പം റോഡ് ബ്ലോക്ക് ആയിട്ട്, അതായത് ലോറികൾ മാത്രം വിടുന്നില്ല, ബാക്കി വണ്ടികളൊക്കെയാണ് വിടുന്നത്. അത് കോൺവോയ് ആയിട്ടാണ് വിടുന്നത്. ഓരോ ദിവസമാണ് ഒരു സൈഡിലേക്കുള്ള വണ്ടി വിടുന്നത്. അപ്പം ഒരു സൈഡിലേക്ക് തന്നെ 1000കണക്കിന് വണ്ടികൾ കിടക്കുക. ഈ റോഡിൽ നമ്മൾ ചെല്ലുന്ന വഴി തന്നെ ബ്ലോക്കായി വണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്, അവിടെ തന്നെ കിടക്കണം. അപ്പൊ അങ്ങനെ കിടക്കുന്നിടത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോറികളുണ്ട്, ഡ്രൈവർമാരുണ്ട്. അതിൽ ലേഡിയായിട്ട് ഈ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തന്നെ ഞങ്ങൾ ഫുഡ് വണ്ടിയെ വെച്ച് കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി. എല്ലാവരും ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. ഡ്രൈവർമാരെ വേറെ ആരുമല്ല, വണ്ടിക്കാർ തന്നെ. പക്ഷേ ഈ പറഞ്ഞ ആ ഒരു സിനിമകളിൽ മാത്രമേ അങ്ങനെ ഒരാളുള്ളൂ, ലോറി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ. അല്ല, ഒരിക്കലും എല്ലാ മേഖലയിലും ഉണ്ടല്ലോ മോശം ആൾക്കാർ, നല്ല ആൾക്കാർ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. അതുപോലൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ ലോറിക്കാർ മാത്രം മോശക്കാരല്ലേ, ഡ്രൈവർമാര് മാത്രം മോശമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ കാണുന്ന, ഞാൻ പലപ്പോഴും ഞാനൊരു 10 വർഷം മുമ്പാണ് ഈ നോർത്ത് ഇന്ത്യൻ റോഡ് ട്രിപ്സ് സ്ഥിരമായിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള, എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് കാര്യം വെച്ചാൽ അവരിങ്ങനെ ഒരു റൂഡായിട്ട് പെരുമാറുന്ന പോലെയും പിന്നെ ഒരിക്കലും സൈഡ് തരാത്ത അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പഞ്ചാബിൽ കൂടെ പോകുമ്പോൾ പഞ്ചാബി ട്രക്കേഴ്സ് വളരെ വെൽ ബിഹേവ്ഡ് ആയിട്ട് തോന്നി. അങ്ങനെ ജലജയ്ക്ക് തോന്നിയിട്ടുണ്ട്? നമ്മൾ ഈ പോകുമ്പോൾ
കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന അങ്ങനെ ഒരു സംസ്ഥാനം ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അത് എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റ് ആണെന്ന് തോന്നുന്നു ഇത്തിരി കൂടെ നല്ലത്. കൂടുതലും നോർത്ത് ഈസ്റ്റ് ആണ്. പിന്നെ ഷില്ലോങ്ങിലൊക്കെ ഷില്ലോങ്ങിൽ നമ്മൾ വണ്ടി ഓടിച്ചാൽ നമ്മൾ വെളിയിലൊക്കെ ഓടിക്കുന്ന പോലെ തന്നെ അവർ ബ്രൈറ്റ് ഇട്ട് ഓടിക്കുകയില്ല, രാത്രിയിലാണെങ്കിൽ ഡിമ്മിട്ട് ഓടിക്കുള്ളൂ, അധികം ഓൺ അടിക്കുകയില്ല. അതുപോലെ ലൈൻ ഇപ്പം ബ്ലോക്ക് ആണെങ്കിൽ എല്ലാവരും കറക്റ്റ് ലൈനിലായിട്ട് നിൽക്കും. അതൊക്കെ ഷില്ലോങ്ങിൽ ഏറ്റവും കൂടുതൽ. പിന്നെ നോർത്ത് ഈസ്റ്റിലേക്കാണ് കൂടുതലും ഇച്ചിരൂടെ ഡ്രൈവിങ് ഇച്ചിരൂടെ നല്ല ഇതായിട്ട് നോക്കുന്നത്. ബാക്കിയുള്ളിടത്തൊന്നും ഒന്നുമില്ല. കുഴപ്പമില്ലല്ലേ ചണ്ഡീഗഡില് നിയമം അനുസരിച്ച്? ചണ്ഡീഗഡിലും കുറെ ചണ്ഡീഗഡ് മാത്രം എന്ന് വെച്ചാൽ അവിടെ അത്ര നിയമം ഭയങ്കര ക്യാമറയൊക്കെ ഉണ്ട്. എന്തേലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഫൈനൊക്കെയാ. അതുകൊണ്ട് അവിടെ കൃത്യമായി ലെഫ്റ്റ് കീപ്പ് ചെയ്ത് തന്നെ. ജലജയുടെ എങ്ങനെയാണ് ട്രാഫിക് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചത്? അതെനിക്ക് ഓടിക്കുന്ന കാണുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. പിന്നെ ഈ ഡ്രൈവിങ്ങിനകത്ത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന് ഭയങ്കര ഒരു പങ്കുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഡ്രൈവിങ്ങിനകത്താണെങ്കിൽ ധൃതി അല്ലെങ്കിൽ ഇതൊരു അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അവരുടെ ഡ്രൈവിങ്. നല്ല ട്രാഫിക് സംസ്കാരം, നല്ലൊരു സ്വഭാവം കൂടെ തീർച്ചയായിട്ടും. കാര്യം ഒരു റോഡ് റേജ്, ഒരു റോഡിൽ പലപ്പോഴും നമ്മളിപ്പോൾ കാണുന്ന റോഡിലെ പ്രതികാരങ്ങളുടെ ധാരാളം ക്ലിപ്സുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് ഇത്രയും വലിയൊരു വണ്ടി ഓടിക്കുന്നതും അതും ഒരു മാതൃക തന്നെയാണ് കേട്ടോ ജലജ. അത് വളരെ കേട്ടിട്ട് വളരെ സന്തോഷം. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഇന്ത്യ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു നല്ല ശുചിമുറികളുടെ അഭാവം. അപ്പം നിങ്ങളുടെ ഈ 31 ദിവസത്തെ യാത്രകളിൽ നിങ്ങൾ ഇതെങ്ങനെ ഈ കാര്യങ്ങൾ, കാരണം തീർച്ചയായിട്ടും മറ്റുള്ളവർക്കല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാൻ ആകാംക്ഷയുള്ള കാര്യമാണ്. അതിപ്പം സ്ത്രീകളെ സംബന്ധിച്ച് യാത്രയിൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് ടോയ്ലറ്റ് തന്നെയാണ്. വൃത്തിയുള്ള ടോയ്ലറ്റുകൾ വളരെ കുറവ്, ഒരു 95% മോശമാണ്. ഇപ്പം പുതിയ ഹൈവേകളിലൊക്കെ തന്നെ ഇഷ്ടംപോലെ വാഷ്റൂമുകളൊക്കെ പണിതിട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ലതൊന്നുമില്ല, വളരെ കുറവാണ്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ ആളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ്. പക്ഷെ വളരെ കുറവാണ്, ഒരു 5% ഉള്ളൂ ഞാൻ നോക്കിയിട്ട് നല്ലപോലെ. അതാ ഏറ്റവും മാറേണ്ട ഒരു കാര്യം അതാ. പിന്നെ അതില് കൂടുതലും ഇപ്പൊ നമ്മള് നോർമലി പീരിയഡ്സ് ഒക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ കുറച്ച് പാടാണ് കാര്യം. ഞാനത് ഓർത്തു. കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ നേരിടുന്ന കുറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എങ്ങനെ ഈ യാത്രയിൽ തരണം ചെയ്യുന്നെന്ന് ഞാൻ ഓർത്തു. പ്രത്യേകിച്ച് നമുക്ക് അങ്ങേറ്റം ഒരു ശുചിത്വം വേണ്ടുന്ന ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ശുചിമുറികളെ പറ്റി നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. അത് പിന്നെ ഞങ്ങളുടെ ടോയ്ലറ്റ് ഉണ്ട് ഒന്നാമത്, അതുണ്ട്. പിന്നെ എപ്പോഴും അത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പൊ എവിടെയെങ്കിലും ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോഴാണെങ്കിലും അത് വഴിയിലായിരിക്കും കിടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഒക്കെ ഇപ്പം കൂടുതലും പെട്രോൾ പമ്പിലും പിന്നെ ടോൾ ബൂത്തുകളിലൊക്കെ ഉണ്ട്, വാഷ്റൂം എല്ലായിടത്തും ഉണ്ട്. അപ്പം പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. മെയിൻ്റെനൻസ് ആണ് നമ്മുടെ പലപ്പോഴും ഇന്ത്യയിലെ പല കാര്യങ്ങളുടെയും ഒരു പ്രശ്നമാണ്. കാരണം ഒരു ഫോളോ അപ്പ് ആക്ഷൻ ഇല്ലല്ലോ, ഉണ്ടാക്കിയിരുന്നു. പലപ്പോഴും ഞങ്ങള് ബ്ലോക്കിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയുടെ കൂടെ ഇടയ്ക്കില് ടെന്റ് വെച്ചിട്ടൊക്കെ വാഷ്റൂമിൽ പോയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ കഴിഞ്ഞ ട്രിപ്പ് പോയപ്പോഴും ഞങ്ങള് അരുണാചലിൽ പോയ സമയത്തും വഴി ബ്ലോക്കായി കിടന്നു. രാത്രിയില് വൈകുന്നേരം 9:30 ബ്ലോക്ക് ആയിട്ട് രാവിലെ 10 മണിക്കാ വഴി. അത് ശകലം ഒരു 100 മീറ്റർ മാറും, വീണ്ടും ബ്ലോക്കാവും. അങ്ങനെ തന്നെ അതൊക്കെ അന്നേരമൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. പിന്നെ മുത്ത ആദ്യം വന്ന് ഞങ്ങളൊരു ഗുജറാത്ത് ട്രിപ്പ് പോയപ്പോഴായിരുന്നു. അപ്പോൾ ഒരു ടൈൽ കമ്പനിയിൽ ലോഡ് കയറ്റാൻ പോയിട്ട് അവിടെ നിന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടി പോയിട്ട് അപ്പം വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണല്ലോ മാറിയത്. ആ ടോയ്ലറ്റ് കണ്ടാച്ച് ഇറങ്ങി വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നെ ഇപ്പം വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. അതെന്താണെന്നറിയോ, ഞങ്ങള് രാവിലെ പോയി ഒരു 6:30 ആയപ്പം കമ്പനിയിൽ കയറി. അപ്പൊ ആ സമയത്ത് ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നും ഇല്ല. രാവിലെ എണീറ്റ് നേരെ കമ്പനി കയറുക ചെയ്ത ലോഡ് കയറ്റാൻ വേണ്ടി. അപ്പൊ കയറി കഴിഞ്ഞ് രാവിലെ ചെല്ലുമ്പോൾ അവിടെ ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ മണ്ടയൊന്നുമില്ല, ഒരു മുറിയുണ്ട്. അപ്പൊ അത് രാവിലെ ചെല്ലുമ്പോൾ ഒരു ഡോർ ഇങ്ങനെ അതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, ഇങ്ങനെ ടൈലിങ്ങനെ ചെരിച്ചിങ്ങനെ ഇട്ടേക്കുക. അപ്പൊ ഞാൻ രാവിലെ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇവിടെ ഒന്നും കയറില്ലാതെ പറഞ്ഞു. വെച്ചാൽ അറ്റ്ലീസ്റ്റ് ടോയ്ലറ്റേലും വേണ്ടേ, ഒരു സൈഡിൽ നമുക്ക് വേസ്റ്റ് ഇങ്ങനെ കിടക്കുന്നതും കാണും. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവ രാവിലെ ഈ രാത്രി 10 മണിയായി കമ്പനിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പൊ രാവിലെ വിട്ടിരിക്കുക. പിന്നെ അപ്പൊ ഇവരെന്നോട് പറഞ്ഞു ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, അതിലേക്ക് നമ്മൾ വാഷ്റൂമിൽ പോകണം അങ്ങനെയാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നിർബന്ധിച്ച് കൊണ്ടേ കയറ്റി. ഞാൻ പറഞ്ഞു അയ്യോ അന്ന് എനിക്ക് അന്ന് ഞാൻ എനിക്ക് തോന്നുന്നു +1 +2 ആ ഒരു ഏജാ, +2 കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞപ്പോ ഇത്രയും യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പം ഏത് പരിസ്ഥിതിയോടും ചോദിച്ചു പോകാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. കാര്യം നമ്മൾ യാത്രയിൽ നമുക്ക് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മളൊക്കെ വലിയ വൃത്തിക്കാരായിരിക്കും,
നമ്മൾ ഇന്ത്യൻ റോഡ് ട്രിപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ എല്ലാ വൃത്തിയും പോകും. ഞാനൊക്കെ വലിയ വൃത്തി എന്നൊക്കെ നമ്മുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലേ ഒരു ചെറിയ സംഭവം പങ്കുവെക്കാം. ഞാൻ ഡൽഹിയിൽ ഒരു ഏർലി മോർണിംഗ് ഹിമാചൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ ഒരു ഹിമാചൽ പരിവാഹനെ വന്ന് ഡൽഹിയുടെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുകയാണ്. കശ്മീരി ഗേറ്റ് അവിടെ വന്ന് ഇറങ്ങുകയാണ്. ISBT ഇറങ്ങുമ്പോൾ ഡ്രസ്സൊന്ന് മാറണം. ഞാൻ നേരെ സ്ത്രീകളുടെ വാഷ്റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പുരുഷനാണ് ഈ സ്ത്രീകളുടെ വാഷ്റൂം വൃത്തിയാക്കുന്നത്. ഈ പുരുഷൻ വൃത്തിയാക്കുന്നതിന് നടുക്ക് നിന്ന് ഈ ട്രാവൽ സ്ത്രീകൾ മൊത്തം വസ്ത്രം മാറുകയാണ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അദ്ദേഹം അവിടെ നിന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു, എല്ലാവരും അവിടെ നിന്ന് ഡ്രസ്സ് മാറുകയും ചെയ്യുക. അപ്പം ഞാൻ ആദ്യം കുറെ മടിച്ചു നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഡ്രസ്സ് മാറൊന്നും നടക്കത്തില്ല. നമ്മളവിടെ നിന്ന് ഡ്രസ്സ് മാറുന്നു, അങ്ങേറ്റം വൃത്തികേടായിട്ട് കിടക്കുന്ന ബാത്റൂമിൽ നമുക്ക് പോകേണ്ടി വരുന്നു. ഇതൊന്നും ഒരു വിഷയങ്ങളെ ആകുന്നില്ല നമ്മുടെ ഈ ഓൾ ഇന്ത്യ ട്രിപ്പിൽ. അത് ഒരു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. ഇന്ത്യയുടെ ശുചിമുറികൾ എത്രയോ ഇനിയും, അത് കേരളത്തിന്റെ ഒരു പരിധി വരെ അങ്ങനെയാണ്. ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിലും ഈ ഒരു ഞാൻ പുറത്തുനിന്ന് വരുന്ന വിദേശികൾ ആയാലും എല്ലാം തന്നെ അവരാദ്യം പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഒരു നല്ല ഹോട്ടൽ, ഒരു റെസ്റ്റോറൻറ്റ് പോയി അന്വേഷിച്ചാൽ മാത്രമേ ഈ ഒരു കാര്യം നടക്കത്തുള്ളൂ. അത് ശരിക്കും ജലജ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് കാര്യം. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ട്രിപ്പ് ഇപ്പോൾ ബോംബെക്ക് പോയിച്ച് വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. കുറ്റിപ്പുറത്ത് വന്ന് അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അത് DTPCയുടെ അപ്പം അവിടെ ഞങ്ങൾ വണ്ടി അവിടെ നോക്കിയിട്ട് എന്നാൽ ഒന്ന് കുളിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് ഞാനും അനിയനും നമ്മുടെ ഒരു സുഹൃത്തുമാണ് ഉണ്ണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു. അവിടെ ആരെയും കണ്ടില്ല. അത് ആൾക്കാർ നേരത്തെ തൊട്ട് അവിടെ നോക്കുന്നതാണ്. പൈസ കൊടുക്കാം, പേ ആൻഡ് യൂസ് ആണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം വേറെ ഒന്നും ബ്ലോക്ക് ചെയ്തിട്ടോ അടച്ചിട്ടോ ഒന്നുമില്ല. ഞങ്ങൾ കയറുമ്പോൾ വെള്ളമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഇവർ രണ്ടുപേരും പോയി. അനിച്ചാരും ഉണ്ണി പോയിട്ട് ഇറങ്ങി വയ്ക്കുന്നു, ഞാൻ ടോയ്ലറ്റിനകത്തിരിക്കുന്നു. അപ്പോഴത്തേക്കും ഒരു സ്ത്രീ ഇങ്ങനെ ഭയങ്കര ഒച്ചയിട്ട് ഭയങ്കര ബഹളത്തിൽ വരുന്നു. അപ്പം എന്നാ സംഭവം എന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. നേരെ വന്ന് ഈ ഡോറിൻ്റെ ഒറ്റ ചവിട്ടാണ്. ഫൈബർ ഡോറാണ്. ഇത് പൊളിഞ്ഞ് തുറന്നങ്ങ് പോകുന്നു. ഞാൻ പിന്നെ അത് അകത്ത് നിന്ന് അടച്ചു പിടിച്ചു. അപ്പം എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ അന്നേരം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്നിട്ട് ഇവരങ്ങ് പോയി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ അതിന് വെളിയിൽ നിന്ന് ഇറങ്ങി വന്നേച്ച് നോക്കുമ്പം ഇവർ വെളിയിൽ നിന്ന് ആരോ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിത് അടച്ചിട്ടേക്കുന്നതാണ്, നിങ്ങളെന്തിനാ ഇതിനകത്ത് കയറിയേ. അപ്പം ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നായിരുന്നു അവിടെ എഴുതിയിരുന്നത്? ശുചിത്വം മനസ്സിൽ നിന്ന് തുടങ്ങണം. ശുചിത്വം മനസ്സിൽ നിന്ന് തുടങ്ങണമെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത് വലിയ വലുപ്പത്തിൽ. അപ്പം അവരവിടെ ക്ലീൻ ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പം ഞാൻ ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ഇത് ഞങ്ങൾ ടൈലിടാൻ വേണ്ടി അടച്ചിട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ അടച്ചിട്ടേക്കണം, ഒന്ന് അവിടെ എഴുതി വെക്കണം, ഇല്ല ഇത് ലോക്ക് ചെയ്യണം. ലോക്ക് അടച്ചിട്ടേക്കുന്നെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് കയറുകയല്ലോ. അങ്ങനെ ആണെങ്കിൽ തന്നെ അതിനകത്ത് ഒരു പുരുഷനുള്ളപ്പം ഒരു സ്ത്രീ വന്ന് അങ്ങനെ ചവിട്ടി തുറക്കുക എന്ന് പറയുമ്പം ഓർത്ത് നോക്കുന്നത് ഇത് നേരെ തിരിച്ചാണല്ലോ. അകത്തൊരു സ്ത്രീ ഇരിക്കുന്നു, ഒരു പുരുഷൻ അവിടെ ക്ലെയിം ചെയ്യാൻ നിൽക്കുന്ന അയാൾ ഇങ്ങനെ വന്ന് ചെയ്തെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇനി അത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ. അപ്പം കൂടെയുള്ള ആൾ അവിടെ നിൽക്കുക. അപ്പം ഞാൻ ഈ ഫോൺ എടുത്ത് വീഡിയോ എടുക്കാണ് എപ്പോഴത്തേക്കും. അപ്പം ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല. അപ്പോഴത്തേക്കും ഇവർ പിന്നെ പതുക്കെ അങ്ങ് പോയി. ഞാൻ പറഞ്ഞു ചേച്ചി ഇവിടെ നിൽക്കുക, കാര്യങ്ങൾ എന്നാന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാർ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ വന്ന് നോക്കിയിട്ട് പിന്നെ ആരെയും കണ്ടില്ല. DTPC വിളിച്ചപ്പം അവർ പറയുന്നത് ഇത് നിലവിൽ അടച്ചിട്ടേക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു അടച്ചിട്ട് ഓക്കെ, പക്ഷേ അടച്ചിട്ടാണ് ഞങ്ങൾ എങ്ങനെ ഇതിനകത്ത് കയറും? ഇനി അത് പോട്ടെ, ഇതിപ്പോൾ ഞാനൊരു മലയാളി, കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇത് വേറെ അതർ സ്റ്റേറ്റിലെ ഒരാളാണെങ്കിൽ അപ്പം ഇവർക്കറിയാം ഇത് ലോറിക്കാരാണ്. ഈ വന്ന സ്ത്രീക്കറിയാം ഈ വന്ന് ഇത് ഉപയോഗിച്ചേക്കുന്ന ലോറിക്കാരാണ്. അപ്പം വേറൊരു സ്റ്റേറ്റിലുള്ള ഒരാളാണ് ഇത് വരുന്നതെങ്കിൽ അപ്പം അവർ നമ്മുടെ മലയാളികളെക്കുറിച്ച് അല്ലെ കേരളത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് മറുപടി ഇല്ല പറയാൻ. അത് കഴിഞ്ഞേച്ച് ഞാനത് നമ്മുടെ വീഡിയോയിലുണ്ടത്. അപ്പം ഇതേപോലെ ഓരോ സ്ഥലത്തും കേരളത്തിൽ അപ്പം ഇത്രയും ഇന്ത്യയിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് 3.5 വർഷമായി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കഴിഞ്ഞ് 2-3 സംസ്ഥാനങ്ങൾ, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ കൂടെ പലതവണ യാത്ര ചെയ്തു. ഒരിടത്തും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പം കേരളത്തിൽ ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ അത് ഭയങ്കര നമുക്ക് മലയാളികൾക്ക് തന്നെ ഒരു നാണക്കേടാണത്. വെച്ചാൽ അവരെ അതുപോലെ അവരുടെ അന്നത്തെ അത് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവരാ വന്ന ഒരു ഇതും അത്ര വലിയ തെറ്റുവല്ലാണോ ചെയ്തേ? ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് അത്ര പോലും വിവരമില്ലാത്ത ആൾക്കാരെ ഇതിനൊക്കെ നിർത്തിയേക്കുന്നുള്ളതാണ്. അതും DTPCയുടെ ആണെന്ന് ഓർക്കണം.
ടോയ്ലറ്റിന്റെ കാര്യം ഞങ്ങള് മിക്കവാടത്തും ചെല്ലുമ്പം ടോയ്ലറ്റിന്റെ കാര്യം വഴക്കുണ്ടാക്കാറുണ്ട് പലയിടത്തും. നേരത്തെയൊക്കെ എല്ലാം വീഡിയോ എടുക്കുമായിരുന്നു. ഇപ്പൊ ആ വീഡിയോ എടുക്കാൻ ഞങ്ങൾ കുറച്ചു, കാരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെപ്പോഴും പറയുമ്പം ഈ കാണുന്നവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന അതാണ്. ഇപ്പം നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ മൊത്തമായിരിക്കും. ഒരു വണ്ടി 24 മണിക്കൂർ, ചിലപ്പം 800-1000 കിലോമീറ്റർ ഓടുന്ന ആ ഇത്രയും ദൂരത്തെ ഉള്ളതായിരിക്കും ചിലപ്പോൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എനിക്ക് മാത്രമല്ല കൂടെ ഉണ്ടായിരുന്നവർക്കും. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളൊരു ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ഇങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിപ്പോയി. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ആണേലും ഇപ്പം ഇന്ത്യയിൽ നമ്മൾ പറയല്ലേ, ടോയ്ലറ്റുകളുടെ അഭാവമൊന്നുമില്ല. എല്ലാ സ്റ്റേറ്റുകളിലും ഇഷ്ടം പോലെ ടോയ്ലറ്റുകൾ, ഹൈവേയിലും ടോൾ ബൂത്തുകളിലും അല്ലാതെ ട്രക്ക് പാർക്കിങ്ങുകളിലും ഈ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളിലും എല്ലായിടത്തും ടോയ്ലറ്റ് ഇഷ്ടം പോലെ പണിതിട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ലോക്ക് ചെയ്തിട്ടേക്കുക. പണി തീർന്നിട്ട് യൂസ് ചെയ്യാതെ ലോക്ക് ചെയ്തിട്ടേക്കുക. അത് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഈ ഹൈവേ, നാഷണൽ ഹൈവേ അതോറിറ്റി പണിത് അതാത് ജില്ലകളിലുള്ള കളക്ടറുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരെയാണ് ഇത് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചേക്കുന്നത്. അവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഇവർ ലോക്ക് ചെയ്തിടുക. ഇത് തുറന്നു കൊടുത്താലേ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. ലോക്ക് ചെയ്തിടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. തുറന്നു കൊടുത്താലേ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. അവിടെ പൂർണ്ണമായിട്ട് അടച്ചിട്ടതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അതെ, അതാണ് സംഭവിക്കുന്നത് എല്ലായിടത്തും. ഇപ്പം ഈയിടെ തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് അന്നേരം വാട്സപ്പ് ചെയ്താൽ മതി, അതിന് 1000 രൂപ അങ്ങനെയുള്ള മോശം ടോയ്ലറ്റിന് വേണ്ടി അത് ആ കൊടുക്കുന്ന ആൾക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അതിനൊരു ഡേറ്റ് ഉണ്ടായിരുന്നു. അതിന് ആ ഒരു ഡേറ്റ് വെച്ചേക്കുന്നത് 30-ാം തീയതിക്ക് വരെ ഉണ്ടായിരുന്നുള്ളൂ, കഴിഞ്ഞ 30-ാം തീയതി വരെ. അതിനുശേഷം ഇല്ല. അപ്പൊ പിന്നെ അതിനെന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും അപ്പൊ നമ്മളൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോ നിർത്തി പരിപാടി. ശരിക്കും നമ്മളൊരു ദീർഘദൂര യാത്രയിലെ ഇന്ത്യയിലെ യാത്രികർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നും ഇത് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞ ഈ ഒരു കാര്യം കുറച്ചും കൂടി നന്നായിരുന്നെങ്കിൽ ശരിക്കും നമ്മുടെ യാത്ര കുറച്ചും കൂടെ സുന്ദരമായിരുന്നു. എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ നോർത്ത് ഈസ്റ്റിൽ പോകുമ്പോൾ, നോർത്ത് ഈസ്റ്റ് പക്ഷെ കുറച്ചും കൂടെ വൃത്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് വളരെ വൃത്തിയുള്ള, നമ്മൾ വിചാരിക്കും ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സ് ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ നോർത്ത് ഈസ്റ്റിലെ പല ഗ്രാമങ്ങളും ഒക്കെ വളരെ സുന്ദരമാണ്. അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മളുടെ അർബൻ ഏരിയയിലാണോ, അർബൻ ട്രൈബുകളാണോ നഗരങ്ങൾ വൃത്തികേടാക്കുന്നതെന്ന് തോന്നും. പല ഗ്രാമങ്ങളും വളരെ സുന്ദരമായ ഗ്രാമങ്ങളാണ്. അപ്പൊ അത് ശരിക്കും ജലജ ഒന്ന് പറയും അതിനെപ്പറ്റി. എനിക്ക് നോർത്ത് ഈസ്റ്റിലെ ഗ്രാമങ്ങളെ പറ്റി ജലജയുടെ വായിൽ നിന്ന് കേൾക്കണമെന്നുണ്ട്. എനിക്ക് ആദ്യം മേഘാലയക്കൊക്കെ പോയപ്പോൾ ഭയങ്കര അതിശയം തന്നെ തോന്നിയിട്ടുണ്ട്. കാര്യം അവിടുത്തെ വീടുകളൊക്കെ ചെറിയ വീടുകൾ, മറ്റേ മുളയം കൊണ്ടുള്ള വീടുകൾ, മണ്ണ് തേച്ച വീടുകൾ. പക്ഷെ അവർ ഭയങ്കരമായിട്ട് നീറ്റായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവരുടെ ഒരു വിറകുവരി, ഒരു കോഴിക്കൂടും ഒക്കെ കണ്ടാൽ തന്നെ ഭയങ്കര രസം. അതുപോലെ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ബാത്റൂമൊക്കെ എന്ന് പറഞ്ഞാൽ വീടിനെ മാറി, എല്ലായിടത്തും ബാത്റൂമൊന്നും ഇല്ല, ഉള്ളത് തന്നെ വീടിൻ്റെ അപ്പുറം കുറച്ച് മാറിയൊക്കെയാണ്. പക്ഷെ എല്ലായിടവും നല്ല നീറ്റാണ്. ഒരു പ്ലാസ്റ്റിക് പോലും വഴിയിലൊന്നും കാണാറേ ഇല്ല. ഒരു കരിയില പോലും അവർ ഒരു മുറ്റത്തോട്ട് തന്നെ നമുക്ക് ഭയങ്കര ഇത് തോന്നും. നമുക്ക് എനിക്കും നാഗാലാൻഡിൽ പോകുമ്പോൾ, നാഗാലാൻഡിൽ ഞാൻ എത്തിയപ്പോൾ ഉണ്ടല്ലോ, ആദ്യം കാണുന്നത് ഈ മുളവേലിയിൽ അവർ കുഞ്ഞുങ്ങളുടെ നാപ്കിനെ കഴുകി ഉണക്കിയിട്ടേക്കുന്നത്. അപ്പൊ അവരുടെ ദാരിദ്ര്യത്തിന്റെ ആഴം നമുക്കറിയാം. നമ്മൾ വലിച്ചെറിയുന്ന ഒരു നാപ്കിൻ അവർ കഴുകി ഉണക്കിയിട്ടേക്കുന്നത്. എൻ്റെ യാത്രകളിൽ നമുക്ക് ഏറ്റവും തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് കുറയും. കാര്യം മറ്റുള്ള പല സ്ഥലങ്ങളിലെയും കുഞ്ഞുങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന കാണുമ്പോൾ, അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഇതാണ് കാണുന്നത്, ഈ നാപ്കിൻ ഉണക്കിയിട്ടിരിക്കുകയാണ്. എങ്കിൽ പോലും അവരുടെ വൃത്തി, നല്ല വൃത്തിയുള്ള ഒരു ഡസ്റ്റ്ബിൻ പോലും മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിന്, അതൊരു അവരവരുടെ ഈ സ്ഥലത്തെ ഏറ്റവും അധികം പിന്നെന്താ പറഞ്ഞ അവരുടെ ഒരു ബിലോങ്ങിങ്നെസ് ആണ്. ഞങ്ങളുടേതാണ് ഈ സ്ഥലം. അങ്ങനെ ഒരു ശരിക്കും നോർത്ത് ഈസ്റ്റിൽ അതുണ്ട്. ഈ ബ്രഹ്മപുത്രയിലെ അവിടെ എങ്ങനെ റോഡ് ബ്രിഡ്ജ് കാണാൻ പോയപ്പോഴാണേലേ അവരവിടെ നമ്മളെ താഴേക്ക് ഇറങ്ങി പോകുന്ന വഴിയൊക്കെ അന്നേരം അവർ വന്ന് കുപ്പിയും പ്ലാസ്റ്റിക്കും എല്ലാം പെറുക്കി നീറ്റാക്കുന്നുണ്ട്. അപ്പൊ അവർ തന്നെ പറയുന്ന വെളിയിൽ നിന്ന് വരുന്നവരെ ഇത് മുഴുവൻ കൊണ്ടിടുന്നത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു നാണക്കേടാ അത്. നമ്മളുടെ ട്രാവൽ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മുടെ പഗ്മാർക്ക്, കാൽപ്പാടുകൾ പോലും നമ്മളവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ പാടില്ല എന്നാണ്. അതൊരു ശരിക്കും നോർത്ത് ഈസ്റ്റിൽ പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും. കാരണം അവരവരുടെ ഗ്രാമങ്ങളെ വളരെ സുന്ദരമായിട്ട് വെച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ ചെല്ലുന്നവരാണ് വലിച്ചെറിയുന്നത്. ലിറ്ററിങ് നമ്മളാണ്. അതൊരു ശരിക്കും. അപ്പൊ ഈ ദേവികയെ സംബന്ധിച്ച്, ദേവിക കണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും സുന്ദരമായ സ്ഥലം കാശ്മീരായിരിക്കുമോ? കാശ്മീർ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് മേഘാലയ അരുണാചലും നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ ആദ്യം കാശ്മീർ പോയായിരുന്നു. കാശ്മീർ പോയി കണ്ടു. പെഹൽഗാം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്.
അപ്പം അത് കഴിഞ്ഞ് മേഘാലയ കണ്ടപ്പം എനിക്ക് അവിടെ കുറച്ചുകൂടെ ട്രക്കിങ്ങും പരിപാടിയൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാനത് കൂടുതലും മേഘാലയയിലാണ് പോയത്. അപ്പം ഇഷ്ടം പോലെ നല്ല വാട്ടർഫോളുകളും അതുപോലെ തന്നെ കുറേ ഏരിയാസ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം കുറച്ചുകൂടെ എന്താ പറയുക, കാശ്മീരിൽ ചെന്നപ്പം കുറച്ചുകൂടി ഈ കച്ചവടക്കാർ കൂടുതലാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു എൻജോയ് ചെയ്യുമ്പം സാധനം കൊണ്ട് ഇങ്ങനെ വരും. പക്ഷെ മേഘാലയ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നിങ്ങളിത് മേടിക്കുക അങ്ങനത്തെ ഫോഴ്സിങ് ഒന്നുമില്ല. ഭയങ്കര കാമ, നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പൊ എനിക്ക് മേഘാലയാണ് കുറച്ചുകൂടെ ഇഷ്ടമായത്. ജലജയ്ക്ക് എന്തു തോന്നുന്നു? ജലജയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലവും? എനിക്ക് പഹൽഗാം ഏറ്റവും ഇഷ്ടം. കാശ്മീരിലെ പഹൽഗാം അല്ലേ? മേഘാലയ ഇടയന്മാരുടെ സ്ഥലം. പിന്നെ മേഘാലയം ഭയങ്കര ഇഷ്ടമാണ്. വെള്ള നിറമുള്ള നദി, അതൊരു സുന്ദരമായ കാഴ്ചയാണ്. കാശ്മീരിലെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളുണ്ടാണ്. ആ നദിയുടെ തീരത്തിരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് നദി നമുക്ക്, കാരണം ധവള നിറമാർന്ന ജലം, വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. അവിടെ നിങ്ങൾ കുക്ക് ചെയ്തോ? ഞങ്ങൾ ആ ലിഡർ നദിയുടെ തീരത്തിരുന്ന് കുക്കിംഗ് ഒക്കെ ചെയ്തു. ഭയങ്കര രസമായിരുന്നു. പിന്നെ എല്ലാവരോടും ഉള്ള ഒരു യാത്ര ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. അന്ന് ആ യാത്രയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങള് വീട്ടിൽ നിന്ന് അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ആന്റിയുടെ മോനുണ്ടെങ്കിൽ ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു. അത് നിങ്ങൾ ഈ ട്രക്കിലായിരുന്നോ അതോ? അല്ല, ഞങ്ങള് ജോയിന്റ് ഫാമിലിയാ. അപ്പം അച്ഛനും അനിയനും 2 പേര്. അപ്പം അച്ഛൻ, അമ്മ, ഞാൻ, എനിക്കൊരു അനിയത്തിയുണ്ട്. പിന്നെ അങ്കിള്, ആന്റി, അവർ 3 പിള്ളേരുണ്ട്. പിന്നെ അച്ഛൻ്റെ അമ്മ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ 10 പേരുണ്ട്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് അച്ഛൻ്റെ അമ്മ വന്നില്ല, തണുപ്പായതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ പോയത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താ, യുദ്ധം നടക്കുന്ന സമയത്ത് അന്ന് പോയി പഹൽഗാമിൽ ഒരു ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്തു. പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ നദിയിൽ വന്ന് ഞങ്ങൾ കുളിച്ചു. ഭയങ്കര തണുപ്പായിരുന്നു. വണ്ടി അവിടെ നിർത്തി, അതെല്ലാം എൻ്റെ എല്ലാം വീഡിയോ ഉണ്ട്. അതൊരു നല്ല ട്രിപ്പായിരുന്നു. ഇവര് ചെയ്യുന്ന യാത്രകളുടെ സൗന്ദര്യം തരാം. നമ്മൾ പലപ്പോഴും ഒരു വണ്ടി റെന്റിനെടുത്ത് പോകുന്നു, പെട്ടെന്ന് പോകുന്നു. ഇവരവിടെ ഒരു നദിക്കരയിലൊക്കെ താമസിക്കുകയാണ്. സത്യത്തിൽ ഒരു കാരണം ഒരു വളരെ ഭാഗ്യം ചെയ്ത ഒരു കുടുംബമാണ്. കാരണം യാത്രയിൽ ഞാനിങ്ങനെ തിരിച്ചു വരുന്ന ഒരു ഡേറ്റും ലീവും എല്ലാം ഇങ്ങനെ ഓർത്തും ടെൻഷൻ അടിച്ചുള്ള യാത്രയിൽ ഒരു നദീതീരത്ത് ചെല്ലുക, വണ്ടി പാർക്ക് ചെയ്യുക, അവിടെ കുക്ക് ചെയ്യുക, ആ നദിയിൽ ഇറങ്ങി കുളിക്കുക. ലിഡർ നദിയുടെ തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു തണുപ്പല്ല. അപ്പം ശരിക്കും ഈ യാത്ര ഒരുപാട് ആളുകളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു യാത്രയാണ്. ഈ കാശ്മീർ കഴിഞ്ഞ രതീഷിന് സുന്ദരമായിട്ട് ഇന്ത്യയിൽ കണ്ട സ്ഥലം ഏതാണ്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എല്ലാം ഇപ്പം ഇങ്ങനെ പോയി ഇത്രയും വലിയൊരു രാജ്യമാണേലും എല്ലാ സ്ഥലവും ഈ കൈയെത്തുന്ന ദൂരത്തെന്നുള്ള രീതിയിൽ എല്ലാ സ്ഥലങ്ങളും ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കാശ്മീർ അത് വേറൊരു സൗന്ദര്യം. മേഘാലയ എന്ന് പറയുമ്പോൾ അത് വേറൊരു സൗന്ദര്യം. അതുപോലെ തന്നെ അരുണാചലും എല്ലാം നോർത്ത് ഈസ്റ്റ് അയച്ചിട്ട് ഒരു എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിലും ഒരു 50 വർഷം 60 വർഷം പുറയിലായിരിക്കും. പക്ഷേ അതൊരു പ്രത്യേക ഒരു സുഖമാണ്. നോർത്ത് ഈസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരുണാചലിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ധാരാളം ട്രൈബൽ ഗ്രൂപ്പ്സ് ഉള്ളതാണ്. അപ്പത്താനി, അങ്ങനെ നിഷി ഗോത്രക്കാർ. അങ്ങനെ ഈ അപ്പത്താനി ഗോത്രക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മുഖത്ത് ഒരു പച്ച കുത്തിയിരിക്കും. അതായത് പണ്ട് ഇവർക്ക് ഭയങ്കര സൗന്ദര്യമുള്ളൊരു റേസാണ് ഈ അപ്പത്താനീസ്. അപ്പൊ ഇവരുടെ സൗന്ദര്യം ഇല്ല പറഞ്ഞ പോലെ ദൈവം സൗന്ദര്യം ഇത്രയും പാവത്തങ്ങൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ പോലെ ഇവര് ആ ബ്രിട്ടീഷുകാർ ഞങ്ങളെ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ വേണ്ടി മുഖത്ത്, നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു അപ്പത്താനി ട്രൈബിനെ കണ്ടു കാണുമല്ലോ? ഞങ്ങളെ കണ്ടില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അവിടെ അവര് മുഖത്ത് പച്ച കുത്തും അവരുടെ സൗന്ദര്യം കുറയ്ക്കാൻ വേണ്ടി. അതുപോലെ അവരുടെ ഈ സംയോജിത കൃഷിയാണ്. അവര് ഈ നെൽവയലുകളിൽ തന്നെ മീനിനെയും വളർത്തും, അവിടെ തന്നെ നെൽകൃഷിയും ചെയ്യും. അപ്പൊ ഈ മീനിന്റെ വിസർജ്യങ്ങൾ നെല്ലിന് വളമാകും, നെല്ലിൽ മറ്റ് കീടങ്ങൾ വരാതിരിക്കാൻ മീനും നോക്കും. അപ്പൊ അങ്ങനെ ഒരു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിലൊക്കെ അങ്ങനെ ഒന്ന് വന്നിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഇവര് പറയുന്ന ഈ സ്ഥലം ഇന്ത്യയുടെ അതിമനോഹരമായ ഒരു സ്ഥലമാണ്, യാതൊരു സംശയമില്ല ജലജ പറഞ്ഞതിൽ. പിന്നെ രതീഷ്, ഒരു ചോദ്യം. ഞാനൊരു വ്ളോഗിൽ കണ്ടത് യാത്രയുടെ എക്സ്പെൻസിൻ്റെ ഒരു വ്ളോഗ്. അപ്പം ഞാനിത് വളരെ രസകരം, കാരണം യാത്രയുടെ എക്സ്പെൻസ് ശരിക്കും എല്ലാവരുടെയും ഒരു കൺസേൺ ആണല്ലോ. അപ്പം ജലജ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന വ്ളോഗിൽ എൻ്റെ ബാറ്റ അതെപ്പോൾ തരും? ജലജയ്ക്ക് ബാറ്റ കൊടുക്കാറുണ്ടോ? കൊടുക്കാറൊന്നുമില്ല, കണക്കിലേ ഉള്ളൂ. ബാറ്റ കൊടുത്ത ആപ്പാടെ മുത്തിന് 2 ട്രിപ്പിന്റെ ബാറ്റ കൊടുത്ത്. ശരിക്കും ഈ യാത്ര നിങ്ങൾക്ക് ലാഭകരമാണോ? ഇതിന്റെ ബജറ്റ് ഒക്കെ നിങ്ങൾ എങ്ങനെ? ഇത് എന്താന്ന് വെച്ചാലേ, നമ്മള് ലോറിയിൽ പോവുകയാണെങ്കിൽ ലോറിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചെലവില്ല എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 ഡ്രൈവറുടെ ബാറ്റ ഉണ്ടല്ലോ, ശമ്പളം ഉണ്ടല്ലോ, ആ ശമ്പളം ആവുള്ളൂ നമ്മളുടെ ഫുഡും. പിന്നെ ലോറിയിൽ പോയാൽ അധികം ഒന്നും ഞങ്ങൾ കറങ്ങാൻ പോകുന്ന ലോറിയും കൊണ്ട് പോകുന്നതല്ലേ ഉള്ളൂ. ഒന്ന് റൂം എടുത്ത് സ്റ്റേ ചെയ്യുന്നില്ല, പിന്നെ അതില്ല. ഫുഡ് വെച്ച് കഴിക്കുന്നു, ഫുഡ് ജലജ ഉണ്ടാക്കും. മെയിനായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലവെന്ന് പറയുന്നത് ഫുഡിന്റെ ചിലവും പിന്നെ സ്റ്റേ ചെയ്യാനുള്ളതുമാണ്. ഇത് രണ്ടും ഇല്ല.
രതീഷിന് ലാഭിച്ച രതീഷിന്റെ വളരെ ലളിതമായ ഫിനാൻഷ്യൽ പ്ലാനാണ്. കുക്കിനെ സംഘടിപ്പിച്ചു, ഡ്രൈവറെ സംഘടിപ്പിച്ചു. അല്ല, യാത്ര വളരെ ലളിതമായി. ഞാൻ ഡ്രൈവർമാരോടൊക്കെ പറയാറുണ്ട്, നമ്മൾ വണ്ടിയെ പോകുന്നവരോട്, ഭാര്യയെ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് കൊണ്ടുപോകാം, പക്ഷെ ആർക്കും താല്പര്യമില്ല. പിന്നെ അതൊരു സത്യത്തിലെ ഒരു വലിയ മുന്നേറ്റമാണ് കേട്ടോ. ഒരു ഏറ്റുമാനൂര് ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാള് വളരെ ഫോർവേഡായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു വലിയ വണ്ടി ഭാര്യയ്ക്കും മകൾക്കും കൂടെ കൊടുത്ത് പിന്നീട് പറഞ്ഞല്ലോ ലോറിത്താവളത്തിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്തത് ജലജ. അതൊരു വലിയ മുന്നേറ്റമാണ് ശരിക്കും. അത് ഒരു കയ്യടിക്കേണ്ട ഒരു രതീഷ്, നിങ്ങളൊരു കയ്യടി കൊടുക്കണം. അതുകൊണ്ട് അപ്പോൾ ശരിക്കും ബാറ്റ കൊടുക്കാറില്ല. മാറ്റൊന്നും കൊടുക്കാറില്ല. ഇതല്ലേ എല്ലാം എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ. അല്ല, ജലജയ്ക്ക് തന്നെയല്ല എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ. കുടുംബകലഹം ഉണ്ടാക്കിയോ? അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്ന ലോറിയിൽ പോകുമ്പം വേറെ അതിന് വേണ്ടി ട്രാവൽ ചെയ്യുന്നതിന് വേറെ വലിയ എക്സ്പെൻസ് നമ്മൾ, പിന്നെ വണ്ടിയും കൊണ്ട് കാരവൻ കൊണ്ടൊക്കെ പോകുമ്പോഴാണേലേ ചിലവുള്ളൂ. അതും പറഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന വണ്ടിയിൽ തന്നെ ചെയ്യുന്നു, ഫുഡ് വെച്ച് കഴിക്കുന്നു. അതുകൊണ്ട് പിന്നെ വണ്ടിയുടെ ഡീസലും ഫാസ്റ്റാഗ് ചാർജ് ചെയ്യാനും അതിന്റെ മെയിൻ്റനൻസ് മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഈ ചരക്ക് ലോറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഒരു ലാഭം ഉണ്ടാവുന്നുണ്ടോ? ചരക്ക് ലോറി പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്ന പോലെ ഓടിയാൽ അതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ആ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അത് വ്ളോഗിങ്ങിന് വേണ്ടി മാത്രം ഇട്ടേക്കുക. മറ്റു വണ്ടികളിൽ നിന്ന് നമുക്ക് മറ്റു വണ്ടി ഓടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ നേരം മാത്രമേ പോവുള്ളൂ, അല്ലാത്ത സമയം വീട്ടിൽ ചുമ്മാ കിടക്കും. അപ്പോൾ അത് ഓടിയോണ്ട് വലിയ ഗുണമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ഥലം കാണാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പം, ഇപ്പം നമ്മൾ പോകാത്ത ഒരു സ്റ്റേറ്റിലേക്ക് ഇപ്പം ലോഡ് നോക്കുക, ചിലപ്പോൾ അതിന് വാടകയൊന്നും മെതിയൊന്നും ഉണ്ടാവില്ല. ചിലവുള്ള പൈസയ്ക്ക് ചിലപ്പോൾ കാണുള്ളൂ, അല്ലെങ്കിൽ ചെറിയതായിട്ടൊക്കെ ഉള്ള ബാലൻസേ ഉണ്ടാവുള്ളൂ. ആ വണ്ടി ഓടുന്നതിന് അനുവാദമായിട്ടുള്ള ഒരു ബാലൻസ് അതിന് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നമ്മൾ അങ്ങനെ നോക്കുന്നില്ല. പോകുന്ന ലോഡ് നമ്മൾ പോകാത്ത വഴിക്ക് എവിടോട്ട് ലോഡ് കിട്ടുന്നോ ആ വഴിക്ക് ലോഡ് എടുത്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ലാഭനഷ്ടം നോക്കുന്നില്ല. അതിന് ഈ ചരക്കിറക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ജലജയുടെ സഹായം ഉണ്ടാവാറുണ്ട്. അവിടെ വരെ ഞങ്ങൾ വണ്ടിയിലുണ്ടല്ലോ ഫുൾ ടൈം, അല്ലാതെ വണ്ടിയെന്ന് ഒരിടത്തും മാറി പോകുന്നില്ല. ഇപ്പൊ പോയി കഴിഞ്ഞാൽ ലോഡ് കൊണ്ട് ഇറക്കി അടുത്ത ലോഡ് കയറ്റി തിരിച്ചു വരുന്നിടം വരെ ഒരുമിച്ച് വണ്ടിയെ തന്നെ ഉണ്ട്. ഇനി അഥവാ എവിടെയെങ്കിലും താമസം ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടായാലും ഇനി നല്ല പ്രശ്നമൊക്കെ എവിടെയെങ്കിലും റൂം എടുത്താൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ വളരെ റേറ്റാ. ആദ്യ സമയങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ടോയ്ലറ്റിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് കൂടുതൽ സമയം ചിലപ്പോൾ ഒക്കെ റൂം എടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വന്ന് എന്ന് വെച്ചാൽ റൂം നമ്മൾ നല്ല റൂം നോക്കി നടന്ന് ചിലപ്പോൾ സമയം പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല റൂം കിട്ടണമെന്നില്ല. അതിൽ സുഖമായിട്ട് വണ്ടിയെ കിടന്നുറങ്ങാം. ടോയ്ലറ്റിൻ്റെ മാത്രം ഒരു പ്രശ്നമേ ഉള്ളൂ. വണ്ടിയെന്ന് പറഞ്ഞാൽ വണ്ടി AC ക്യാബിനാണ്. AC ഇട്ട് വൈകുന്നേരം ആണെങ്കിലും AC ഇട്ട് ഇലക്ട്രിക് AC ഉണ്ട്, അതിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് AC കിടന്നുറങ്ങാം. AC വണ്ടിയിൽ ഓൾറെഡി ഉണ്ട്, അല്ലാതെ ഒരു ഇലക്ട്രിക് AC ഉണ്ട്. വണ്ടി നിർത്തിയിടുമ്പം ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന AC. അപ്പം അത് വൈകിട്ട് ഇട്ട് കിടന്നാൽ രാവിലെ വരെ AC വർക്ക് ചെയ്താലും സുഖമായിട്ട് കിടന്നുറങ്ങാം. റൂം എടുത്ത് കിടക്കുന്നതിലും സുഖമായിട്ട് വണ്ടിയെ കിടന്നുറങ്ങാം. പിന്നീട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ പിന്നെ ഈ ഒരു ബെൻസിന്റെ ട്രക്കിൽ നിന്നും പിന്നെ നിങ്ങളൊരു കാരവാനിലേക്ക് വന്നു. ഈ കാരവാൻ യാത്രകൾ എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു കാരവാൻ യാത്ര? ഞാൻ ലോറിയിൽ നമ്മൾ പോകുമ്പോൾ ഈ ലോഡ് കൊണ്ട് എത്തിക്കണമല്ലോ, ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ചെല്ലണമെന്നുണ്ട്. പക്ഷേ കാരവാനിൽ പോകുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് എപ്പോഴേലും ചെന്നാൽ മതി, ഒരു സമയമൊന്നുമില്ല. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി എവിടെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങി പതുക്കെ പോയാൽ മതി. പക്ഷേ അത് മാത്രമല്ലോ അതെ, വാഷ്റൂം അതാ മെയിൻ കേട്ടോ. അതാ നല്ല വാഷ്റൂം അല്ലേ? അത് കാരവാനിലേക്ക് വന്നപ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഞാൻ പെട്ടെന്ന് ഓർക്കാതെ വെച്ചാൽ എപ്പോഴും ലോറിയല്ലല്ലേ പോകുന്നത് കൂടുതലും, അതുകൊണ്ട് അത് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നില്ല. മെയിൻ ഒരു കാര്യം അത് തന്നെയാണ്, വാഷ്റൂം. കാരവനിൽ പോയപ്പം ഏറ്റവും ഇവർക്ക് ആശ്വാസം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റാണ്. ഞങ്ങളിപ്പോൾ ഈ ലഡാക്ക് ട്രിപ്പ് പോയത് 52 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നേ. 52 ദിവസം. ഈ 52 ദിവസവും ഒരിടത്തും റൂം എടുത്ത് കിടന്നൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് 1-2 ഇടത്ത് ഞങ്ങൾ ചെന്നിടത്ത് 1-2 ദിവസം ഈ ഡ്രസ്സ് കഴുകാനൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്തു. ബാക്കി ഫുൾ ടൈം ഈ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങിയതും ഫുഡ് വെച്ച് കഴിച്ചത്, ടോയ്ലറ്റിൽ പോയത്, കുളിച്ചത് എല്ലാം. ഇത്രയും പേര് 9 പേരുണ്ടായിരുന്നു. അത് ഈ 52 ദിവസവും അങ്ങനെ തന്നെയായിരുന്നു. അതൊരു ഇവർക്ക് ടോയ്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ഇതായിരുന്നു. അതുകൊണ്ട് പിന്നെ ലോറിയിലേക്ക് പോകുമ്പോൾ ഒരു മടിയായിരുന്നു വെളിയിലത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രിപ്പ് ലോറിയെ പോകാനൊരു മടിയായിരുന്നു. അപ്പൊ ഈ വാഷ്റൂമാണ് ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പം ശരിക്കും സ്ത്രീകൾക്ക് ജലജയും കുടുംബവും രതീഷും കുടുംബവും ഒരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്. കാര്യം നമുക്ക് അസാധ്യമായ അപ്രാപ്യമായ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു വലിയ കോൺഫിഡൻസ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ധാരാളം ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാനുണ്ടാകും. നിങ്ങളുടെ ഒരു സെഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ആണ് ചോദിക്കുന്നത്.
അത് ആലോചിച്ചിട്ട് പറയാല്ലേ. യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്. അത് ഞാൻ പറയാം, ഇപ്പം ഞങ്ങള് നമുക്കൊരു യാത്ര ചെയ്യണമെങ്കിൽ പൈസ വേണമല്ലോ. അതിന്റെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം. യൂട്യൂബിന്റെ വരുമാനം വെച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അതാ നല്ലത്. ആ അതെ, അത് തന്നെ, അതെ, ശരിയല്ലേ? അങ്ങനെ വരുന്നതായിരിക്കും. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. ഞാൻ ഇടയ്ക്ക് ഉദ്ദേശിച്ചിരുന്നത് എവിടെയെങ്കിലും ഞാൻ വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ലോറി കാണുകയാണെങ്കിൽ അതിന് വട്ടം ഇട്ടിട്ട് അവിടെ നിങ്ങൾ അതിനെ പിടിച്ചിറക്കി ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ പേര് അലി എന്നാണ്. ഞാനൊരു ബിസിനസ്സുകാരനാണ്. എൻ്റെ സ്ഥാപനത്തിൽ ഇപ്പോൾ നമ്മൾ പല ജീവനക്കാരും ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരായിരിക്കും, ഗ്രാജുവേഷൻ കഴിഞ്ഞവരായിരിക്കും. പലയിടത്തും നമ്മളൊരു ചെറിയ കാര്യം ഒരു സ്ഥലത്ത് പോകാൻ പറയുമ്പോൾ പലരും ആദ്യം പറയുന്നത് എനിക്കറിയില്ല, ഞാൻ അവിടെ പോയിട്ടില്ല, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഞാനൊരു മാതൃക പറയുന്നത് ഈ ലോറി ഡ്രൈവർമാരുടെയാണ് കാര്യമാണ്. കാരണം ഇപ്പോൾ നാഗാലാൻഡിൽ നിന്ന് ഒരു ട്രക്കുമായിട്ട് കേരളത്തിൽ ഒരു ഓണംകേറം മൂലയിൽ ഒരു ഫാക്ടറി കൊണ്ടുപോയിട്ട് ഒരു കോടിയുടെ അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ ചരക്ക് അവിടെ അൺലോഡ് ചെയ്താലേ ഉള്ളൂ ഈ ഡ്രൈവറുടെ ഡാറ്റ കിട്ടുകയുള്ളൂ. അപ്പോൾ അന്ന് GPS ഒന്നുമില്ല, ഇപ്പം GPS ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക്, അതായത് ഇപ്പം നോർത്തിലും പല സ്ഥലത്തും പോകുമ്പോൾ ഈ GPS ഇല്ലാതെ ഒരു പ്രദേശം കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, ഇപ്പം പിന്നെ GPS ഉള്ളതുകൊണ്ട് എളുപ്പമുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഇപ്പോൾ ചേട്ടൻ ഒരു ലോഡും കൊണ്ട് വരികയാണെങ്കിൽ ആദ്യം നമ്പർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വിളിക്കും, ആള് ലൊക്കേഷൻ ഇട്ട് തരും. ആ ലൊക്കേഷനിൽ നോക്കി തന്നെ ലോറി കൊണ്ട് പോകാൻ പറ്റുകയില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ചെറിയ വഴികളായിരിക്കും കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻ വലിയ വഴിയിൽ കൂടെ ചെന്ന് ഇതിനടുത്ത് എവിടെയെങ്കിലും എത്തിയിട്ട് വണ്ടി ഇപ്പുറം ഇട്ടിട്ട് നടന്ന് വന്ന് ഈ സ്ഥലം നോക്കിയിട്ടാണ് അങ്ങോട്ട് ചെല്ലാറുള്ളത്. ഇനി അത് ഈ ഇതില്ലാത്ത ലൊക്കേഷനൊന്നും കിട്ടുകയില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ വിളിച്ച് ഫോണും ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന. അപ്പോൾ അവർ വഴി പറഞ്ഞു തരും, എന്തെങ്കിലും അടയാളം പറയും, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നടുത്ത് തിരിയണം, അല്ലെങ്കിൽ ഇന്നടുത്ത് വരുമ്പം വിളിക്കാൻ പറയും. അവിടെ വന്ന് വിളിച്ച് കഴിയുമ്പം അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ലോക്കൽ ആളുടെ കയ്യിൽ ഫോൺ കൊടുക്കും. അപ്പോൾ പറയും ഇന്നടുത്താ, ഇന്ന വഴി പോയാൽ മതി എന്ന് പറയും. അപ്പം ഞങ്ങളുടെ ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ അതിനിപ്പുറം നിർത്തിയിട്ട് ആരെങ്കിലും ആദ്യം പോയി നോക്കും, വണ്ടി കയറുന്ന സ്ഥലമാണോ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ടൊക്കെയാണ് ചെല്ലാറുള്ളത്. പിന്നെ പണ്ട് ഈ ഫോണും ഇല്ലാഞ്ഞ സമയത്ത്, അതായത് മൊബൈൽ ഇല്ലാഞ്ഞ സമയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു അഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ഇപ്പോൾ ഒരു ലോഡ് കയറ്റുകയാണെങ്കിൽ ഒരു അഡ്രസ്സും അവിടുത്തെ ഒരു ലാൻഡ് നമ്പരും ഉണ്ടാവും. അപ്പം STD ബൂത്തുകളാണല്ലോ അന്ന്. അപ്പം നമ്മളായാലും അതിന് ഈ അഡ്രസ്സ് ഇപ്പം സ്ഥിരം പോകുന്ന റൂട്ടുകളോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു സ്ഥലപ്പേര് കേൾക്കുമ്പോൾ ഏകദേശം ഒരു സ്ഥലം അറിയാൻ പറ്റും. ഇനി അതല്ല പുതിയതായിട്ട് പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് അടുത്ത് ചെല്ലും തോറും അവിടെയുള്ള ലോക്കൽ വണ്ടിക്കാരെയോ അല്ലെങ്കിൽ സ്ഥിരം ഈ ലൈനിൽ ഓടുന്ന വണ്ടിക്കാരെയോ വഴി കണ്ട അവരോട് ചോദിക്കും, ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ഡ്രൈവർമാർ സ്ഥിരം പോകുന്നവരാണെങ്കിൽ അവർ പറഞ്ഞു തരും, ഇന്ന സ്ഥലത്താണ് ഇന്നടത്താന്ന് പറഞ്ഞു തരും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഈ അഡ്രസ്സിനടുത്ത് നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് നോക്കിയിട്ട് ഏകദേശമൊക്കെ അടുത്ത് എത്തി. അപ്പം ഈ ലാൻഡ് നമ്പറിൽ എവിടെയെങ്കിലും ബൂത്തിൽ പോയി വിളിക്കാനേ പറ്റുള്ളൂ അന്നൊക്കെ. STD ബൂത്തിൽ പോയിട്ട് വിളിച്ചിട്ട് അവർ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ ബൂത്തുകാരൻ്റെയിലായിട്ട് ഫോൺ കൊടുക്കാൻ പറയും. അപ്പോൾ അവർ പറയും ഇന്നടത്തോട്ടാണ് വരണ്ടേ, നിങ്ങളൊന്ന് പറഞ്ഞു വിടാൻ പറയും. അങ്ങനെ നോക്കി വരികയാണ് പോവുകയാണ് ചെയ്യുന്നത്.